ഹായ്, നിങ്ങൾ ഡോപ്പയുടെ വൺ ഷോട്ട് കൺസെപ്റ്റൽ സീരീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നീറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടഫർ ആയിട്ടുള്ള മോഡൽ MCQs നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു കൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മതിയാവും. ഹായ് മക്കളെ, എല്ലാവർക്കും ഡോപ്പയുടെ HYC സീരീസിലേക്ക് വെൽക്കം ചെയ്യുന്നു. നീറ്റ് എക്സാമിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വൺ ഷോട്ട് വീഡിയോ ആണ് HYC സീരീസിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിൽ നീറ്റ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ, അതിങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് വളരെ ഷോർട്ട് ടൈമിൽ സോൾവ് ചെയ്യാം എന്നാണ് നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ വരുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിൽ റേറ്റ് കോൺസ്റ്റന്റും ആക്ടിവേഷൻ എനർജിയും കണക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം മക്കളെ സ്ക്രീനിൽ നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ, അതിൻ്റെ 3 റേറ്റ് കോൺസ്റ്റന്റ് ഗിവൺ K1, K2, K3. അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ എനർജി തന്നിട്ടുണ്ട് 50, 30. തേർഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി ഗിവൺ ആസ് EA3. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ മക്കളെ ആ റിയാക്ഷൻ്റെ ഓവറോൾ ആക്ടിവേഷൻ എനർജി K, ഓവറോൾ ആക്ടിവേഷൻ എനർജി K ഈക്വൽ ടു K1 ഇൻറ്റു K2 ഡിവൈഡഡ് ബൈ K3 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ആ തേർഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി EA3 എത്രയായിരിക്കും? മക്കളെ അതിന് ഓവറോൾ ആക്ടിവേഷൻ എനർജി ഗിവൺ ആസ് 70. ഓവറോൾ ആക്ടിവേഷൻ എനർജി 70 ആണ് എങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് തേർഡ് ആക്ടിവേഷൻ എനർജി EA3? നോർമലി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അറീനിയസ് ഇക്വേഷൻ വേണം. എന്നാൽ ഈ ക്വസ്റ്റ്യൻ കുറഞ്ഞ ടൈമിൽ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. അതിനുള്ളൊരു സിമ്പിൾ ഐഡിയ ആണ് ഞാൻ പറയുന്നത്. മക്കളെ ഈ ഓവറോൾ ആക്ടിവേഷൻ എനർജി വാല്യൂ 70 എന്ന് തന്നു. സോ ഓവറോൾ ആക്ടിവേഷൻ എനർജി K, അതിൻ്റെ വാല്യൂ 70 ഈക്വൽ ടു K1 ഇൻറ്റു K2 ബൈ K3 എന്നല്ലേ? റെഡി. K1ന് കറസ്പോണ്ടിങ് ആക്ടിവേഷൻ എനർജി എത്രയാ? 50. സോ യു റൈറ്റ് വാല്യൂ 50. ഇനി ന്യൂമറേറ്ററിൽ അടുത്ത കോൺസ്റ്റന്റ് K2 എന്നാണ്. മക്കളെ K2ന് കറസ്പോണ്ടിങ് വാല്യൂ എത്രയാ? 30. അപ്പോൾ അത് ആഡ് ചെയ്യാം. ആ ന്യൂമറേറ്ററിൽ വരുന്ന വാല്യൂകൾ ആഡ് ചെയ്യാം. ഡിനോമിനേറ്ററിലാണ് K3. K3ൻ്റെ ആക്ടിവേഷൻ എനർജിയാണ് EA3. അത് സബ്സ്ട്രാക്ട് ചെയ്ത് കാണിക്കുക. മൈനസ് EA3. സോ 70 ഈക്വൽ ടു 50 പ്ലസ് 30 മൈനസ് EA3. സോ 70 equal to 80 minus EA3. Very clear from this, EA3 equal to 80 minus 70, that is 10 kilojoule. That is option 1 is the correct answer. നോക്കൂ മക്കളെ, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കണ്ടോ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. അറീനിയസ് ഇക്വേഷൻ എഴുതി ആ ലെങ്തി ഫോർമുല എഴുതി സോൾവ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സിമ്പിൾ മക്കൾ ഈ ഐഡിയ ഓർത്ത് വെച്ചോ. ഓവറോൾ റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ തരും. ദാറ്റ് K ഈക്വൽ ടു K1 ഇൻറ്റു K2 ബൈ K3 ആണെങ്കിൽ ഓവറോൾ കോൺസ്റ്റന്റ് ഈക്വൽ ടു K1ന് കറസ്പോണ്ടിങ് EA1 പ്ലസ് K2ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ EA2. അപ്പോൾ EA1 പ്ലസ് EA2 ആ ഡിനോമിനേറ്ററിലെ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുക മൈനസ് EA3. ക്ലിയർ? ഓക്കെ അല്ലോ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി സെയിം കോൺസെപ്റ്റ്. മക്കളെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും ജസ്റ്റ് നോക്കിക്കേ. Consider a complex reaction taking place in 3 steps with a rate constant K1, K2, K3 respectively. Overall rate constant given by the expression K equal to root of K1 into overall rate constant K equal to root of K1 into K3 divided by K2. Then ഓരോ ആക്ടിവേഷൻ എനർജി K1 അതിൻ്റെ കറസ്പോണ്ടിങ് activation energy given as 60. K2 corresponding activation energy given as 30. K3 corresponding activation energy given as 10. മക്കളെ നിങ്ങളിത് ചോദിക്കുന്നത് അതിൻ്റെ ഓവറോൾ ആക്ടിവേഷൻ എനർജി എത്ര എന്നാണ്. മക്കളെ ഓവറോൾ ആക്ടിവേഷൻ എനർജി കാണാനുള്ള ഫോർമുല എങ്ങനെ തന്നു? റൂട്ട് ഓഫ് K1 ഇൻറ്റു K3 ഡിവൈഡഡ് ബൈ K2. മക്കളെ ആ റൂട്ട് ഇല്ല എന്ന് വിചാരിക്കും. അപ്പോൾ എങ്ങനെ ചെയ്യും? K1 ഇൻറ്റു K3 ബൈ K2. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തേ. K1ന് കറസ്പോണ്ടിങ് വാല്യൂ 60 പ്ലസ് പിന്നെ K3 ആണ്. അപ്പോൾ 60 പ്ലസ് 10 ന്യൂമറേറ്ററിൽ വരുന്നത് ആഡ് ചെയ്യലാണ്. 60 പ്ലസ് 10 മൈനസ് K2ൻ്റെ വാല്യൂ
30. 60 plus 10 minus 30. സ്ക്വയർ റൂട്ട് ഇല്ലെങ്കിലും സ്ക്വയർ റൂട്ട് വന്നാൽ ചെയ്യേണ്ടത് മക്കളെ പഠിച്ചോ, സ്ക്വയർ റൂട്ട് ഉള്ള കേസ് ചെയ്യുമ്പോൾ 1/2 എന്ന് എഴുതണം. 1/2. K1 കറസ്പോണ്ടിങ് ആക്ടിവേഷൻ എനർജി 60. K3 കറസ്പോണ്ടിങ് ആക്ടിവേഷൻ എനർജി 10. ഡിനോമിനേറ്ററിലാണ് K2, അതിന്റെ കറസ്പോണ്ടിങ് ആക്ടിവേഷൻ എനർജി 30. 60 plus 10 70. 70 minus 30 40. അപ്പോൾ 1/2 into 40. ആൻസർ വിൽ ബി 20. ക്ലിയർ മക്കളെ? വളരെ സിമ്പിളായിട്ട് കെമിസ്ട്രിയിലെ ഫിസിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇതേപോലത്തെ കുറേ ഷോർട്ട് മെത്തേഡ്സ് അടുത്ത HYC സീരീസിൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക്സ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ് വെരി വെൽ. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ടഫർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ കൺസെപ്റ്റിൽ നിന്ന് വരാവുന്ന മറ്റ് ചോദ്യങ്ങൾ നിങ്ങളുടെ ഗൈഡ് ബുക്കുകളിൽ നിന്നോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്നോ കണ്ടെത്തി സോൾവ് ചെയ്ത് നോക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓർക്കുക, ഈ 2-3 ചോദ്യം കാണാതെ പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് നീറ്റിന് ഉപകാരം കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ മോഡലിലുള്ള പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഈ ഒരു വൺ ഷോട്ട് കൺസെപ്ച്വൽ സീരീസ് എന്നുള്ള ഈ ഒരു സീരീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇതിനെ എൻഗേജ് ചെയ്യുന്നു, എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു, എത്ര അധികം ആളുകൾ ഇത് വ്യൂ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ അത് കൃത്യമായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഫ്യൂച്ചറിൽ വേണ്ട കൺസെപ്റ്റുകളും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. പരമാവധി ആളുകൾ വരുന്നതോടുകൂടി കൂടുതൽ കൺസെപ്റ്റുവൽ വീഡിയോസ് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വിൽ സീ യു വിത്ത് അനദർ വീഡിയോ.